ഇപ്പോഴേ ഈ ഫോൺ ഉപയോഗിക്കാത്തവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവരും ഒന്നും ഇല്ലല്ലേ. നമ്മളൊരു 10 പേരെ എടുത്താൽ അല്ല 9 പേര് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ബാബുസ്വാമിയെ അറിയാത്തവരായിട്ട് കേരളത്തിൽ ആരെങ്കിലും ഉണ്ടാവോ? എനിക്ക് തോന്നണല്ലോ ഉണ്ടാവുമെന്ന്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലെ വൻ താരമാണല്ലോ പാലക്കാടുകാരനായ ബാബുസ്വാമി. അപ്പം നമുക്ക് ബാബുസ്വാമി ആരാണെന്നൊന്ന് വിശദമായിട്ട് അറിഞ്ഞു വരാം. അതിൻ്റെ കൂടെ ഒരു ബ്രേക്കും കൂടെ എടുത്ത് വേഗം വരാം. ചിറ്റൂരുകാർക്ക് സ്വാമിയല്ല ബാബു. ചിറ്റൂർ തത്തമംഗലം നഗരസഭാ പരിധിയിലുള്ളവർക്ക് ബാബു ഏട്ടനാണ്. നഗരസഭയിലെ ശുചീകരണ തൊഴിലാളിയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായ ബാബുസ്വാമി. ശുചീകരണ തൊഴിൽ ഉച്ചയോടെ കഴിഞ്ഞാൽ ആത്മീയതയിലേക്ക് ബാബുസ്വാമി കടക്കും. ചില ആൾക്കാർ ഒരു ജോലി തടസ്സപ്പെടുത്തുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ജോലിയൊന്നും തടസ്സപ്പെടുത്തുന്നില്ല. ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നതിന് ഉത്തരം പറയുന്നത്. നാഗസൈരന്ധ്രിക്കൊപ്പം വേദി പങ്കിട്ടതോടെയാണ് ബാബുസ്വാമി വൈറലായത്. പിന്നീട് ട്രോളുകളിലൂടെ പരിഹാസവും. ഞങ്ങളൊരു ചണ്ടാള ജയന്തിയുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ചണ്ടാള ബാബ. അദ്ദേഹത്തിൻ്റെ 41ാം പിറന്നാളായ ചണ്ടാള ജയന്തി ആഘോഷിക്കാനാണ് ബാബുസ്വാമിയും നാഗാസൈരന്ധ്രി ദേവിയും ക്ഷണിച്ചിരുന്നു. നാഗാദേവി അത് കഴിഞ്ഞിട്ട് പിന്നെ ബാബുസ്വാമി നമ്മുടെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ചണ്ടാള ബാബ അത് വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് മാത്രമാണ് എല്ലാവരും കട്ട് ചെയ്തെടുത്തിട്ടതും അതിൽ നിന്ന് അങ്ങനെ വൈറലാകുകയും ചെയ്തത്. ഒരു സമ്പ്രദായത്തിനെയും പൂർണ്ണമായും മനസ്സിലാക്കാത്തവരാണ് ഇത്തരത്തിൽ ട്രോളുന്നത്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, അവരുടെ കർമ്മം ചെയ്യും. പ്രശ്നമില്ല. വിമർശിക്കട്ടെ, വലിയ വലിയ നേതാക്കന്മാരെ വിമർശിക്കുന്നു, അല്ലല്ലോ നമുക്കെന്താണ്, ഒരു പ്രശ്നവുമില്ല. ബാബു സ്വാമി മാത്രമല്ല, അധ്വാനിക്കുന്ന തൊഴിലാളി കൂടിയാണ്. ക്യാമറമാൻ രമേശ് റാമിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, ന്യൂസ് മലയാളം, പാലക്കാട്.